നിങ്ങൾ പോയില്ലേ? അതെ, പുട്ടുണ്ടാക്കിയാലോ? അല്ല വേണ്ട, പാൽപുട്ടുണ്ടാക്കാം. എന്തൊക്കെയാ വേണ്ടതല്ലേ നിങ്ങൾ ഇപ്പൊ ആലോചിക്കണേ? അത് ഒത്തിരി ഒന്നും ഇല്ലാന്നേ. പുട്ടുപൊടിയും ലേശം പാലും കുറച്ച് തേങ്ങ ഉണ്ടെങ്കിൽ നമ്മുടെ പാൽപുട്ട് ഇപ്പൊ റെഡിയാവും. 1 കപ്പ് പുട്ടുപൊടിയിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/2 കപ്പ് പാല് ചേർത്ത് മിക്സ് ചെയ്യാം. 15 മിനിറ്റ് നമുക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാവേ. 15 മിനിറ്റ് ആയിട്ടില്ലേ? ഇനി നമുക്ക് അത് എന്തായാലും നോക്കിയാലോ. ഇതൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ ഇങ്ങനെ കിട്ടും കേട്ടോ. ഇനി കുറച്ച് ചെറിയ തേങ്ങ നമുക്ക് ഇതിലോട്ട് ലാസ്റ്റ് ആയിട്ട് പാലും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്ത് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. നെയ്യ് തടകിയ പാത്രത്തിലേക്ക് ഒഴിച്ച് മാറ്റിയതിന് ശേഷം വേണം കേട്ടോ സ്റ്റീം ചെയ്യാൻ. അപ്പൊ നമുക്കിത് സ്റ്റീം ചെയ്തേക്കാവോ? നമുക്കിത് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്ത് മാറ്റാം. ലേശം ബീഫ് റോസ്റ്റ് ഒഴിച്ച് ഒരു പീസ് എടുത്ത് കഴിച്ചു നോക്കിയാലോ. സൂപ്പർ. ആ മധുരവും ആ ബീഫിന്റെ എരിവൊക്കെ കൂടെ വരുമ്പോഴല്ലോ ഒരു രക്ഷയില്ല. എല്ലാവരും വീട്ടിലുണ്ടാക്കി വയ്ക്കുക, മസ്റ്റ് ട്രൈ ആക്കാം. നിങ്ങൾ പോയില്ലേ? ഞാനത് കഴിക്കട്ടെ. ഓക്കെ, ബൈ ബൈ. അപ്പൊ നിങ്ങളുടെ വീട്ടിലുണ്ടാക്കാൻ മറക്കരുത് കേട്ടോ.